ഇപ്പോൾ കെ ഷാനിബ് ചേരുകയാണ്. ഷാനിബ്, ഒരുപക്ഷെ മലയാളി മനസാക്ഷിയെ ഇത്രയും വേദനിപ്പിച്ച ഒരു ദൃശ്യങ്ങൾ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടുണ്ടാവില്ല. പാലക്കാട് ഇത്തരത്തിൽ നേരത്തെ മധുവിൻ്റെ കാര്യം വന്നിരുന്നു, ഇപ്പോൾ രാംനാരായണൻ്റെ കാര്യം വരുന്നു. സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാൾ പോലും ഇത് ചെയ്യരുത് എന്ന് പറയാൻ ആ കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ചോദ്യം മാത്രമായിരുന്നു, നീ ബംഗ്ലാദേശിയാണോ എന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മുസ്ലിമാണോ എന്ന്. ഷാനി, തീർച്ചയായും ഏറ്റവും മനസാക്ഷി മരവിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതൊരാൾക്കും അത് കൂടുതൽ സമയം കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു. അതിനുശേഷമുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ RSSന്റെ ഒരു പ്രവർത്തന പദ്ധതി, സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തന പദ്ധതിയുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അതല്ലാതെ ഇതിപ്പോ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ആൾക്കൂട്ട മർദ്ദനം, അതിൽ ഒരാൾ മരണപ്പെട്ടു എന്ന നിലയിലല്ല. അയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്, ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾ വീണ്ടും മർദ്ദിക്കുകയാണ്. ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഈ രാജ്യത്ത് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബംഗ്ലാദേശികളെ കുറിച്ചാണ്. അപ്പൊ ഇവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും ഇവർ ശത്രുക്കളാണെന്നും തരത്തിലുള്ള ഒരു നരേഷൻ സംഘപരിവാർ ഈ രാജ്യത്ത് സെറ്റ് ചെയ്യുന്ന ആ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൊലപാതകത്തെയും കാണേണ്ടത്. ഇതൊരു കേവലം ഒരു ആൾക്കൂട്ട കൊലപാതകം നിസ്സാരവൽക്കരിക്കണം എന്നല്ല, പക്ഷെ അതിനും അപ്പുറത്തുള്ള ഒരു വംശീയ വെറിയുടെ ഒരു സംഘപരിവാർ അജണ്ട അവർ എത്രത്തോളം മനുഷ്യരിലേക്ക് കുത്തിനിറക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, നമ്മുടെ പാലക്കാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പാലക്കാട് എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു നാടാണ് പാലക്കാട്. പാലക്കാട്ടെ ജനങ്ങൾ മനുഷ്യരോട് വളരെ സ്നേഹത്തോടെയും വളരെ അടുത്തും ചേർന്ന് നിന്നും സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു നാടാണ് പാലക്കാട്. ആ പാലക്കാട് വാളയാറിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ, അതും ഛത്തീസ്ഗഡിൽ നിന്ന് ജോലി അന്വേഷിച്ച് ഈ പാലക്കാട്ടേക്ക് എത്തിയ ഒരു മനുഷ്യൻ, വളരെ നിസ്സഹായനായ ഒരാൾ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ആരോപണം, എന്തെങ്കിലും ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടപ്പാടിയിലെ വിഷയം പോലും നമുക്കറിയാം. അതും ഈ കേരളത്തിന്റെ നടൻ പോലും ആ വിഷയത്തോട് പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരള മനസ്സാക്ഷി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചിരുന്ന രീതികളുണ്ട്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം എന്തുകൊണ്ടോ കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി വരുന്നില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും ഇത് RSS നടപ്പിലാക്കുന്ന പദ്ധതിയാണ്, അല്ലെങ്കിൽ അത് പ്രതികളായ ആളുകൾ, നമുക്കറിയാം CPM നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസുള്ള ആളുകൾ വരെ ഈ പ്രതിപട്ടികയിലുണ്ട്. അപ്പൊ ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്യുന്നതല്ല. ഇവർ ബംഗ്ലാദേശികളാണ്, കൊല്ലപ്പെടേണ്ടവരാണ് എന്ന ന്യായത്തിൽ ഒരാൾക്കും ഇടപെടാൻ പോലും തോന്നാത്ത വിധം അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് RSS ഇവിടെ ഉണ്ടാക്കുന്ന പ്രവർത്തന പദ്ധതിയുടെ ഒരു ഉദാഹരണമാണ് ഈ കൊലപാതകം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസ് ഇപ്പോ ഈ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്താനുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു സമൂഹത്തിന്റെ വലിയ ഒരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ വിഷയത്തിൽ ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷവും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം ഞെട്ടലോടുകൂടിയാണ് കേരളം അതിനെ വീക്ഷിക്കുന്നത്. ഈ കേവലം ഒരു തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി RSSുമായി സഖ്യമുണ്ടാക്കാൻ, അല്ലെങ്കിൽ BJP രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ മടിയില്ലാത്ത തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളുണ്ട് എന്ന ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കാതിരിക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം പദ്ധതികളാണ് അവർ രാജ്യത്താകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളം വ്യത്യസ്തമാണ് എന്നൊരു അഭിമാനബോധം നമുക്കുണ്ടായിരുന്നു. ആ അഭിമാനബോധത്തിനെയാണ്
ഇപ്പോൾ ഇവർ ഏതാനും ചില ക്രിമിനലുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ നാടിന്റെ അഭിമാനത്തിനേറ്റ ഒരു വലിയ ക്ഷതമായി തന്നെ ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വലിയ സാമൂഹ്യ മുന്നേറ്റം തന്നെ ഈ വിഷയത്തിനെതിരെ ഉണ്ടാകേണ്ടതുണ്ട്. വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രതിഷേധങ്ങളും ഇതിനോടുള്ള പ്രതികരണങ്ങളും വരും ദിവസങ്ങളിലെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് നമ്മളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് കാണുന്നത്.